എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പര അവസാനിച്ചാൽ പിന്നെ ഇന്ത്യയുടെ മത്സരം അഫ്ഗാനിസ്ഥാൻ എതിരെയാണ്. 3 T20 മത്സരങ്ങളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എതിരെ കളിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ വരും ദിവസങ്ങളിൽ തന്നെ BCCI പ്രഖ്യാപിക്കും. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പിന്നാലെ സൂര്യകുമാറും ഈ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ അഫ്ഗാന് എതിരെയുള്ള T20യിൽ ഇന്ത്യൻ ടീമിനെ ആര് നയിക്കും എന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത്. ഇപ്പോഴിതാ അഫ്ഗാൻ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ക്യാപ്റ്റനെ തിരയുകയാണ് BCCI. സൂര്യകുമാർ യാദവിന് പകരം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ ഗതുരാജിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനായിരുന്നു BCCIയുടെ പദ്ധതി. പക്ഷേ താരത്തിനും ഫിംഗർ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ ഈയൊരു പരമ്പര നഷ്ടമായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത്. ജനുവരി 11 മുതൽ നടക്കാനിരിക്കുന്ന T20 മത്സരങ്ങളിൽ യുവതാരങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി അണിനിരക്കാൻ പോകുന്നത്. സഞ്ജുവിനെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആക്കാനുള്ള ചർച്ചകൾ BCCI നടത്തി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഞ്ജുവിന് കീഴിൽ ജയ്സ്വാൾ, അർഷദീപ് സിംഗ്, മുകേഷ് കുമാർ, രവി ബിഷ്ണോയ്, ദീപക് ചഹർ, ജിതേഷ് ശർമ്മ എന്നീ താരങ്ങളും ഇന്ത്യൻ ടീമിൽ ഇടം നേടും. വേറെ സീനിയർ താരങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സഞ്ജു തന്നെ ആയിരിക്കും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെ സഞ്ജു സെഞ്ചുറി നേടിയതുകൊണ്ട് തന്നെ BCCIക്ക് ഇപ്പോൾ സഞ്ജുവിനെ വിശ്വാസമാണ്. സഞ്ജുവിനെ വീണ്ടും T20യിലേക്ക് കൊണ്ടുവരാനാണ് BCCI ശ്രമിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള പരമ്പരയിൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വരാനിരിക്കുന്ന T20 ലോകകപ്പിലും സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകും. ഇത് ശരിക്കും മലയാളി ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു നിമിഷം തന്നെയാണ്. നിങ്ങൾ സഞ്ജു ആരാധകരാണെങ്കിൽ താഴെ സഞ്ജു എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.